പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും KKM സ്വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി അഡ്മിഷൻ 2024-25 അധ്യയന വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണല്ലോ FIUGP, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റഡ് പ്രോഗ്രാംസ്. 3 ഇയർ ഡിഗ്രിയിൽ നിന്നും 4 ഇയർ ഡിഗ്രിയിലേക്ക് ഈ അധ്യയന വർഷം മുതൽ തുടങ്ങുകയാണ്. സോ അതിൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം. ആദ്യത്തെ ഏകീകൃത കലണ്ടർ തീരുമാനം വരാൻ പോവുകയാണ്. അതിലേക്കായി ആദ്യ സെമസ്റ്റർ ജൂലൈ ഒക്ടോബർ മാസങ്ങളിലും അതിൻ്റെ എക്സാം നവംബറിലും, പിന്നെ ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് ഡിസംബറിൽ ഫലം പ്രസിദ്ധീകരണവുമായിരിക്കും. പിന്നെ സെക്കൻഡ് സെമസ്റ്റർ ഡിസംബർ മാർച്ച് മാസങ്ങളിലും ഏപ്രിൽ പരീക്ഷയും മെയ് ഫലവുമായിരിക്കും. തുടർന്ന് തേർഡ് സെമസ്റ്റർ ജൂണിലും, അതായത് ഇനി അപ്ലൈ ചെയ്യുന്നവർ ജൂലൈയിൽ ക്ലാസ് ആരംഭിക്കുകയും തുടർന്നുള്ളവർക്ക് ജൂണിലുമായിരിക്കും. പിന്നെ വിദ്യാർത്ഥി തിരഞ്ഞെടുപ്പ് ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിലും, കലോത്സവങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമായിരിക്കും. ഈ ഏകീകൃത കലണ്ടർ തീരുമാനം വിദ്യാർത്ഥിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ പഠനം തടസ്സം ഉണ്ടാവുകയില്ല. 4 വർഷ ഡിഗ്രി വരുന്നത് കൊണ്ട് നമ്മുടെ 3 വർഷ ഡിഗ്രി പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല. വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ 3 വർഷ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച് തുടർന്ന് 2 വർഷ PGക്കോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിലേക്കോ പോകാവുന്നതാണ്. 4 വർഷ ഡിഗ്രിയും വിദ്യാർത്ഥിക്ക് നേട്ടം തന്നെയാണ്. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അത് 2 വിഭാഗമായാണ് വരുന്നത്. ഒന്ന് UG ഓണേഴ്സ്, അത് PG ചെയ്യുമ്പോൾ 1 വർഷം മാത്രം മതിയാകും. രണ്ടാമത്തെ വിഭാഗം UG ഓണേഴ്സ് വിത്ത് റിസർച്ചാണ്. അതായത് നെറ്റ് എഴുതി കുട്ടിക്ക് PhD എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. 4 വർഷ ഡിഗ്രിയുടെ സിലബസ് വരുന്നത് ഗവേഷണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ്. ഡിഗ്രി തലങ്ങളിൽ വിദ്യാർത്ഥികളിൽ ഗവേഷണത്തിന് ആഭിമുഖ്യം വളർത്തുന്നതിന് പ്രൊജക്റ്റും മറ്റ് ഇന്റേൺഷിപ്പും ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. MG, കണ്ണൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികൾക്കായി നൽകിയ നിയന്ത്രണങ്ങളടങ്ങിയ ഒരു PDF ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതാത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുവാനായിരിക്കുന്ന വിദ്യാർത്ഥികൾ അത് അല്പം ഒന്ന് വായിച്ചു നോക്കുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.